ഗുരുവായൂർ ക്ഷേത്രകുളത്തിൽ ജാസ്മിൻ ജാഫർ റീൽസ് ചിത്രീകരിച്ചതിനെ തുടർന്ന് പുണ്യാഹം നടത്തി ശുദ്ധി വരുത്താൻ ദേവസ്വം തീരുമാനം. 18 പൂജകളും 18 ശീവേലിയും നാളെ രാവിലെ മുതൽ ആരംഭിക്കും. അതിനാൽ നാളെ ഉച്ചവരെ ക്ഷേത്ര ദർശനത്തിന് നിയന്ത്രണമുണ്ടാകും. 6 ദിവസം മുമ്പാണ് ആചാരം ലംഘിച്ച് ക്ഷേത്രകുളത്തിൽ ജാസ്മിൻ റീൽസ് ചിത്രീകരിച്ചത്. അതിനാലാണ് 6 ദിവസത്തെ പൂജകൾ വീണ്ടും ആവർത്തിക്കുന്നതെന്ന് ദേവസ്വം അറിയിക്കുന്നു. ഈ സാഹചര്യത്തിൽ ദേവസ്വം ടെമ്പിൾ പോലീസ് കേസെടുക്കുകയും ചെയ്തിരുന്നു. വിശദാംശങ്ങളുമായി രാജു ഗുരുവായൂർ ചേരുന്നുണ്ട്. രാജു, എന്തൊക്കെയാണ് പരിഹാര ക്രിയകൾ ഗുരുവായൂർ ക്ഷേത്രത്തിൽ നടക്കുന്നത്? ഗുരുവായൂർ ക്ഷേത്രത്തിൽ ജാസ്മിൻ ജാഫർ റീൽസ് ചിത്രീകരിച്ചതിനെ തുടർന്ന് പുണ്യാഹം നടത്തി ശുദ്ധി വരുത്താനാണ് ദേവസ്വം ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. 18 പൂജകളും 18 ശീവേലികളും നാളെ രാവിലെ മുതൽ ആരംഭിക്കും. അതുകൊണ്ട് തന്നെ നാളെ ഉച്ചവരെ ക്ഷേത്ര ദർശനത്തിന് നിയന്ത്രണം ഉണ്ടാകും. 6 ദിവസം മുമ്പാണ് ക്ഷേത്രകുളത്തിൽ കാൽ കഴുകി റീൽസ് ചിത്രീകരിച്ചത്. അതുകൊണ്ട് തന്നെ 6 ദിവസത്തെ പൂജകൾ വീണ്ടും ആവർത്തിക്കുമെന്നും ദേവസ്വം ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. ഈ സംഭവത്തിൽ ദേവസ്വം ടെമ്പിൾ പോലീസിൽ പരാതി നൽകിയിരുന്നു. തുടർന്ന് പോലീസ് കേസെടുക്കുകയും ചെയ്തിരുന്നു. എന്നാൽ പിന്നീട് റീൽസ് ചിത്രീകരിച്ച ജാസ്മിൻ ജാഫർ ക്ഷമാപണവുമായി രംഗത്തെത്തിയിരുന്നു. കഴിഞ്ഞ 20-നാണ് റീൽസ് ചിത്രീകരിച്ചത്. എന്നാൽ സോഷ്യൽ മീഡിയയിൽ ഇവർ 3 ദിവസം കഴിഞ്ഞാണ് ഇത് പോസ്റ്റ് ചെയ്തത്. ക്ഷേത്രകുളത്തിൽ ഒരു അഹിന്ദു വനിത ഇറങ്ങി വീഡിയോ ഷൂട്ടിംഗ് നടത്തിയതിനെ തുടർന്ന് ആചാര ലംഘനം നടന്നതിനാലാണ് ശുദ്ധികർമ്മങ്ങൾ നടത്തുന്നത് എന്നാണ് ദേവസ്വം ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. നാളെ രാവിലെ 5 മുതൽ ഉച്ചവരെ ദർശന നിയന്ത്രണം ഉണ്ടായിരിക്കും. പുണ്യാഹ കർമ്മങ്ങൾ കഴിഞ്ഞ ശേഷം വൈകുന്നേരം മാത്രമേ ഭക്തജനങ്ങൾക്ക് ദർശനത്തിനായി നാലമ്പലത്തിനകത്തേക്ക് പ്രവേശനം ഉണ്ടായിരിക്കുകയുള്ളൂ. ദൃശ്യ